Hi guys, welcome back to my channel and today's vlog is desk makeover. So let's start. അത് ഗൈസ് ഞാൻ ഫൈനലി എൻ്റെ ഡെസ്കിനൊരു ചേഞ്ച് കൊടുക്കുകയാണ്. ഞാൻ കുറേ ആയിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന്. അതിപ്പോൾ നമ്മൾ ഫൈനലി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡെസ്ക് മേക്ക് ഓവർ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നുള്ളത് എൻ്റെ ഡെസ്കിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ മെയിൻ റീസൺ ഈ ഒരു വാൾപേപ്പർ തന്നെയാണ്. കാരണം ഞാൻ വാൾപേപ്പർ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കുന്നതോടൊപ്പം ഡെസ്ക് മേക്ക് ഓവറും കൂടി ചെയ്യാമെന്ന്. സത്യം പറയാലോ ഇതിനപ്പുറം എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. എന്നാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ വാൾപേപ്പർ ചേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെസ്ക് ഇപ്പോൾ കാണാനുള്ളത്. പിന്നെ ഞാൻ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ 2 ഓർഗനൈസേഴ്സും അതേപോലെ തന്നെ ഒരു ക്ലോക്കും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ എൻ്റെ ഡെസ്ക്കുള്ള സ്ഥലത്ത് എവിടെയും ക്ലോക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഡെസ്കിൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് സമയമൊന്നും എത്ര ആയി എന്നൊന്നും അറിയാറില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ ക്ലോക്ക് വാങ്ങാനുള്ള മെയിൻ റീസൺ തന്നെ. ആൻഡ് ഞാനൊരു ഓർഗനൈസറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബുക്ക് വെക്കാം ആൻഡ് അപ്പുറത്ത് നമുക്ക് സ്കെച്ചൊക്കെ വെക്കാം. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞാൻ എപ്പോഴൊക്കെ ഓർഗനൈസർ ഉണ്ടാക്കിയോ അപ്പോഴൊക്കെ അത് സക്സസ് ആവാതെയാണ് ഉണ്ടാവുക. സോ ഇതും അങ്ങനെ സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. ബട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടാകുന്ന ജേർണലിംഗ് ബുക്സും പിന്നെ ഡയറി ബുക്സൊക്കെ ഞാൻ ഇതിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ സ്കെച്ചും കൂടി ഓർഗനൈസ് ചെയ്തു. പിന്നെ ഇതിലെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. സോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റിലായിട്ട് അറിയിക്കാം. പിന്നെ എൻ്റെ ഓൾഡ് ഡെസ്കിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസും കൂടി ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഞാൻ ഡെസ്കിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. കാരണം ഡ്രസ്സ് ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡ് എനിക്ക് ഇത്രയൊക്കെ ഓർഗനൈസ് ചെയ്തപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നമ്മൾ ഷോർട്ട് വീഡിയോസിലൊക്കെ ഈ ഒരു ആംഗിളിലും കൂടി ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടാവും. പിന്നെ ഈ സാധനം എനിക്ക് എന്തായാലും എൻ്റെ ഡെസ്കിൻ്റെ കോർണറിൽ വേണമെന്നുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഷോർട്സൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് കാണുമ്പോൾ ആണല്ലോ ഡ്രസ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു കോർണറിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടാകുമ്പോൾ എനിക്കൊരു തൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അതന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഡെസ്കിന് വേണ്ടി മെയിൻ ഐറ്റം ആണല്ലോ ഈ ഒരു കാലണ്ടർ. സോ അതും കൂടി ഞാൻ ആ ഒരു കോർണറിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലോക്ക് അവിടെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ വെച്ചപ്പോൾ എന്തോ രസമില്ലാത്ത പോലെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ ഓൾഡ് ഡെസ്കിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഒരു ലാമ്പ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ ഞാനൊന്നും ഉണ്ടാക്കി. ബട്ട് അത് ഫ്ലോപ്പ് ആയപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് ഒരു വേറെ ഐഡിയ നോക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കത് സൂണായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു ഡെസ്ക് മേക്കോ ഞാൻ 3 ദിവസം കൊണ്ടാണ് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നുള്ളത്. എനിക്ക് വാൾ മേക്കറും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മെയിൻ റീസൺ മടി തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ഇടണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് വാൾ മേക്കറും കൂടി ആയിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പോൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സ്ഥലം കുറേ നേരം സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ എന്തൊക്കെ അവിടെ വെച്ചെന്നുണ്ടെങ്കിലും അവിടെ അങ്ങോട്ട് മാച്ച് ആയി പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കലണ്ടറും പിന്നെ നമ്മുടെ കാൻഡിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നുള്ളത് ഈ 2 ഓർഗനൈസേഴ്സിലോട്ട് സാധനങ്ങൾ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഓർഗനൈസേഴ്സിലോട്ട് വെക്കാനായിട്ടുള്ള സാധനങ്ങൾ തപ്പുമ്പോൾ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്ക് മേക്കോവറിൻ്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും കമൻറ്റിലായിട്ട് അറിയിക്കാൻ എൻ്റെ ഡെസ്ക് മേക്കോവർ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പം എന്തായാലും ഫൈനൽ ലുക്ക് കണ്ടാലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ക്യുക്ക് ട്രാൻസിഷൻ നോക്കിയാലോ. അങ്ങനെ കുറച്ച് ദിവസത്തിൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഇങ്ങനെയാണ് എൻ്റെ ഡെസ്ക് കാണാനുള്ളത്. സോ എന്തായാലും എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലായിട്ട് അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.